സായാഹ്നങ്ങളിൽ തോണി തുഴഞ്ഞു പോകുന്ന തോണിക്കാരനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താൻ വീശിയിട്ട വലകൾ പരിശോധിക്കാനാവും തോണി തുഴഞ്ഞ് ഇദ്ദേഹം പോകുന്നത്. ചാലിയാറും ഇരുവഞ്ഞിപ്പുഴയും സംഗമിക്കുന്നിടത്ത് നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ചാലിയാറിൻ്റെയും ഇരുവഞ്ഞിപ്പുഴയുടെയും സംഗമം കാണാൻ ധാരാളം ആളുകൾ വൈകുന്നേരം കൂളിമാട് പാലത്തിന്മേൽ വരാറുണ്ട്. ചാലിയാർ പുഴ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ നദിയാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിലാണ് ഈ പുഴ ചേരുന്നത്. പ്രകൃതി ഭംഗിയുടെ അമൂല്യ നിധിയാണിത്. ചാലിയാറിൻ്റെ വശ്യതയും ഗൃഹാതുരത്വവും അത് നൽകുന്ന ജീവസുറ്റ ഓർമ്മകളും എന്നും നിലനിൽക്കും. ചാലിയാറിനെ കുറിച്ചുള്ള ഏറ്റവും പ്രശസ്തമായ വരികൾ വയലാറിൻ്റെതാണ്. ചാലിയാർ ഒഴുകുന്നു, ചാലിയാർ ഒഴുകുന്നു, ചാരത്ത് നിൽക്കും മലനിരകൾ തൻ മാറിൽ തലോടി ഒഴുകുന്നു. പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച് ആകുലപ്പെടുന്ന കവികൾ ചാലിയാറിൻ്റെ വേദനയെക്കുറിച്ച് ഇങ്ങനെ കുറിച്ചിട്ടുണ്ട്. നിന്റെ നീലപ്പുടവയിൽ കരിപുരണ്ടുവോ, നിന്റെ കുളിർമയിൽ കയ്പ് കലർന്നുവോ, ജീവന്റെ ഉറവിടമേ ചാലിയാറെ, മാപ്പേകുകി നരവംശത്തിൻ ക്രൂരതക്ക്. 169 കിലോമീറ്ററാണ് ചാലിയാറിൻ്റെ നീളം. ചാലിയാർ കടലിനോടടുക്കുമ്പോൾ ബേപ്പൂർ പുഴ എന്നും അറിയപ്പെടുന്നുണ്ട്. നിലമ്പൂർ, എടവണ്ണ, അരീക്കോട്, ചെറുവാടി, വാഴക്കാട്, മാവൂർ, പന്തീരങ്കാവ്, ഫറോക്ക്, ബേപ്പൂർ എന്നിവയാണ് ചാലിയാറിൻ്റെ തീരത്തുള്ള പ്രധാന സ്ഥലങ്ങൾ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണ് ചാലിയാർ.